ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലോ ഇൻ അക്വിഫയറിൽ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് വരുന്നതാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി കേപ്പബിലിറ്റി ഓഫ് സോയിൽ ഓർ റോക്ക് ടു ട്രാൻസ്മിറ്റ് വാട്ടർ ത്രൂ ഇറ്റ് ആണ്. ഓക്കെ, സോ എല്ലാ പോറസ് മെറ്റീരിയൽസും പെർമിയബിൾ ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ദ പോർസ് ആണ്. സോ നമ്മൾ പെർമിയബിലിറ്റിയും പൊറോസിറ്റിയും ഒക്കെ മെയിൻ ആയിട്ട് കൂടുതലും GT-യിലാണ് പഠിക്കുന്നത്. സോ അതിന്റെ ഒരു ബേസിസിലാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. സോ നമ്മൾ പെർമിയബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഡാഴ്സീസ് ലോ വെച്ചിട്ടാണ്. ഓക്കെ, ഡാഴ്സീസ് ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ സോയിലിലേക്ക് ഒരു വെള്ളം ഒഴിച്ചു. ഓക്കെ, വെള്ളം ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ കൂടി പെർക്കുലേറ്റ് ചെയ്ത് പോകും. ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി, ഹെഡ് ലോസ്. ഓക്കെ, ഹെഡ് ലോസ് ഉണ്ടായാലല്ലേ ഒരു ഫ്ലോ നടക്കുകയുള്ളൂ. സോ ആ ഹെഡ് ലോസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നാണ്. സോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി പകരം V is equal to K into I എന്ന് ഞാൻ എഴുതുവാണെങ്കിൽ ആ Kനെയാണ് ഞാൻ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ത്രൂ വിച്ച് ദ വാട്ടർ ഫ്ലോസ് ത്രൂ ദ സോയിൽ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് a constant, that is permeability, which is the property of that particular soil into the head loss, that is hydraulic gradient. അങ്ങനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പെർമിയബിലിറ്റിന്റെ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? സെയിം വെലോസിറ്റിന്റെ യൂണിറ്റ് തന്നെയാണ്. കാരണം ഹൈഡ്രോളിക് ഗ്രേഡിയന്റിന് യൂണിറ്റ് ഇല്ല. പെർമിയബിലിറ്റിന്റെ യൂണിറ്റും വെലോസിറ്റിന്റെ യൂണിറ്റ് തന്നെയാണ്. ഓക്കെ, ആൻഡ് see, rocks with closed or dead end pores will not transmit water through it. Rocks are generally classified into 3 based on the coefficient of permeability ആണ്. So the coefficient of permeability greater than 10 ആണെങ്കിൽ extremely permeable എന്ന് പറയും. 10ന്റെയും 0.1ന്റെ ഇടയ്ക്കാണെങ്കിൽ semi permeable എന്ന് പറയും. less than 0.1 ആണെങ്കിൽ അതിനെ നമ്മൾ clay അഥവാ clay example ആണ് impermeable എന്ന് പറയും. Now ഇതൊരു ഇക്വേഷൻ ആണ്. ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു d10 square into gamma w by mu into e cube by 1 plus e into c, where c is a constant, k is the coefficient of permeability, ds എന്ന് പറയുന്നത് effective size ആണ്, gamma w എന്ന് പറയുന്നത് unit weight of water, mu is actually the coefficient of viscosity and e is the void ratio. Okay, so ഈ ഇക്വേഷൻസ് അങ്ങനെ പ്രോബ്ലംസിൽ യൂസ് ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർമിയബിലിറ്റി ആണ്. ഒന്ന് വരുന്നത് പാർട്ടിക്കിൾ സൈസ്. ഈ ഇക്വേഷൻ തന്നെ അറിയാം, K is proportional to ds square അല്ലേ. സോ പാർട്ടിക്കിൾ സൈസ് കൂടുന്തോറും പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞു ഒരു ഗ്രേവലോ അല്ലെങ്കിൽ കോഴ്സ്ഡ് പാർട്ടിക്കിൾസും ഫൈൻ പാർട്ടിക്കിൾസും എടുത്താൽ കോഴ്സ്ഡ് പാർട്ടിക്കിൾസിനായിരിക്കും സ്പെസിഫിക് ഈൽഡ് കൂടുതൽ. അതെന്തുകൊണ്ടാണ്? കോഴ്സ്ഡ് പാർട്ടിക്കിൾസ് ആണ് പെർമിയബിലിറ്റി കൂടുതൽ. ഓക്കെ, പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രക്ചർ ഓഫ് സോയിൽ. ഫ്ലക്കുലേറ്റഡ് ആണോ ഡിസ്പേഴ്സ്ഡ് ആണോ സ്ട്രക്ചർ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ പെർമിയബിലിറ്റി പറയാൻ പറ്റും. ഫ്ലക്കുലേറ്റഡ് ആണോ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ ആണോ എന്ന് നോക്കും. ഫ്ലക്കുലേറ്റഡ് സ്ട്രക്ചേഴ്സിനാണ് പെർമിയബിലിറ്റി കൂടുതൽ ഡിസ്പേഴ്സ്ഡിനേക്കാളും. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ ഐ ബെറ്റർ ഷോ യു എ പിക്ചർ. ഇതിനെയാണ് നമ്മൾ ഫ്ലക്കുലേറ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇതിനെയാണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം ഭയങ്കര അടങ്ങി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന്റെ ഫ്ലോ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഫ്ലക്കുലേറ്റഡ് സ്ട്രക്ചേഴ്സിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി സ്പേസ് ഉണ്ട് അതിന്റെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചേഴ്സിൽ പെർമിയബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ പറയുന്നത് ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമ്മൾ സെയിം വോയിഡ് റേഷ്യോ എടുത്താൽ തന്നെ അതിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ആംഗുലർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആംഗുലർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ അതിന് പെർമിയബിലിറ്റി യൂഷ്വലി കുറവായിരിക്കും റൗണ്ടഡ് പാർട്ടിക്കിൾസിനെക്കാളും. ഓക്കെ, പെർമിയബിലിറ്റി കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ സെയിം വോയിഡ് റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിലും ആംഗുലർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും കയറി ഇറങ്ങി ഇരുന്നിട്ട്
എന്താ യൂഷ്വലി വോയിഡ്സ് കുറച്ചും കൂടി കുറവായിരിക്കും. പക്ഷെ റൗണ്ടഡ് പാർട്ടിക്കിൾസിന് എപ്പോഴും വോയിഡ്സിന്റെ സൈസ് കൂടുതലായിരിക്കും. സെയിം വോയിഡ് റേഷ്യോ എടുത്താലും ആംഗുലർ പാർട്ടിക്കിൾസിന്റെ വോയിഡ്സിന്റെ സൈസ് കുറവും റൗണ്ട് പാർട്ടിക്കിൾസിന്റെ വോയിഡിന്റെ സൈസ് വലുതുമായിരിക്കും. അതുകൊണ്ട് തന്നെ റൗണ്ടഡ് പാർട്ടിക്കിൾസിനായിരിക്കും പെർമിയബിലിറ്റി എപ്പോഴും കൂടുതൽ വരിക. ഓക്കെ, ആൻഡ് പിന്നെ വരുന്നത് void ratio ആണ്. Greater the void ratio, higher will be the value of coefficient of permeability. കാരണം ഈ ഇക്വേഷനിൽ നമ്മൾ കണ്ടായിരുന്നു K is proportional to E cube by 1 plus C എന്നാണ്. സോ void ratio കൂടുന്തോറും permeability കൂടും. പിന്നെ വരുന്നത് എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറയും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? വെള്ളത്തിന്റെ വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് കുറച്ചും കൂടി വിസ്കോസിറ്റി പറയുമ്പോൾ എന്താ സംഭവിക്കുക? അതിന് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒലിച്ചു വരാൻ പറ്റും അല്ലെ, പെട്ടെന്ന് കുറച്ചും കൂടി സ്ലൈഡ് ചെയ്ത് വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കുറയും. സോ വിസ്കോസിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുക? പെർമിയബിലിറ്റി കൂടും. പിന്നെ വരുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. If the soil is not fully saturated, what will happen? അതിന്റെ ഇടയ്ക്ക് എയർ പോക്കറ്റ്സ് കാണും അല്ലെ. So the air pockets is actually a hindrance towards the flow of water എന്നാണ്. So fully saturated soil ആണെങ്കിൽ actually അതിന്റെ permeability കുറച്ചും കൂടി കൂടുതലായിരിക്കും when compared to that of partially saturated soil. Now coming on to adsorbed water ആണ്. Adsorbed water എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോയിൽ ഗ്രെയിൻസിന്റെ സർഫസിലേക്ക് ചില വാട്ടർ അഡ്സോർബ്ഡ് ആയിട്ടിരിക്കും. നേരത്തെ എയർ പോക്കറ്റ്സ് ഹിൻഡ്രൻസ് കോസ് ചെയ്ത പോലെ തന്നെ ഈ അഡ്സോർബ്ഡ് വാട്ടറും എന്താണ്? ഫ്ലോ ഓഫ് വാട്ടറിന്റെ ഒരു ഹിൻഡ്രൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? പെർമിയബിലിറ്റി കുറയും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദി ഇംപ്യൂരിറ്റീസ് പ്രസന്റ് ഇൻ വാട്ടർ. എന്തെങ്കിലും ഫോറിൻ മാറ്റേഴ്സോ അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സോ ഒക്കെ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി പെർമിയബിലിറ്റി കുറയും. കാരണം സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്ത് വരാൻ പറ്റില്ല. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് ഫാക്ടേഴ്സ് that affect the permeability of water. Now coming on to hydraulic conductivity. See, ഈ hydraulic conductivity യിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ permeability ആദ്യമേ Darcy's law വെച്ച് പറഞ്ഞത്. Okay, so in hydrology the quantitative measurement of flow or water is expressed by hydraulic conductivity rather than permeability. Hydraulic conductivity K is actually defined as the flow velocity per unit hydraulic gradient. എന്ന് പറഞ്ഞാൽ V is equal to K into I എന്ന് പറഞ്ഞില്ലേ അല്ലെ. I equal to 1 ആവുമ്പോൾ K is equal to V എന്നാവില്ലേ. സോ അതിനെയാണ് നമ്മൾ ആ കേനെയാണ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്ലോ വെലോസിറ്റി പെർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിന്റെ യൂണിറ്റ് തന്നെയാണ്. So അതിലാണ് നമ്മൾ Darcy's law പറയുന്നത്. That is, according to Darcy's law, the flow of water is directly proportional to the hydraulic gradient എന്നാണ്. Okay, see, it is directly proportional to the difference in hydraulic gradient. ഞാൻ പറഞ്ഞില്ലേ head loss ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. And it is inversely proportional to the length of the column. ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു 2 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സോയിൽ സാമ്പിൾ എടുത്തു എന്ന് വെച്ചോ. ഓക്കെ, ആ ആണ് കോളം ലെങ്ത്. ഓക്കെ, ഓരോ ലെയർ എടുത്താലും ഓരോ ലെയറിനും ഡിഫറെന്റ് ഹൈഡ്രോളിക് ഹെഡ് ആയിരിക്കും. സോ ഹൈഡ്രോളിക് ഹെഡിന് ഡിഫറൻസ് കൂടും തോറും വെലോസിറ്റി ഓഫ് ഫ്ലോ കൂടും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു 10 മീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്, 3 മീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്. സോ 10 മീറ്റർ തൊട്ട് 3 മീറ്ററിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ വെള്ളത്തിന്റെ വെലോസിറ്റി നല്ല കൂടുതലായിരിക്കും. പക്ഷെ 10 മീറ്ററിന്റെ 8 മീറ്ററിന്റെ ഇടയ്ക്കാണ്. ഓക്കെ, ആ 10 മീറ്ററിൽ വെള്ളമുണ്ട്, 8 മീറ്ററിലും വെള്ളമുണ്ട്. സോ ഇതിന്റെ ഇടയ്ക്കുള്ള ഫ്ലോ വെലോസിറ്റി എപ്പോഴും കുറവായിരിക്കും അല്ലേ. സോ അതുകൊണ്ടാണ് V is proportional to H1 minus H2 എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദ ഹെഡ് ഡിഫറൻസ്, ഹയർ വിൽ ബി ദ വെലോസിറ്റി. പിന്നെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു കോളം ലെങ്ത് അല്ലെ. ലെങ്ത് കൂടും തോറും എന്താണ് മുകളിൽ താഴെ ഒഴുകിയല്ലേ വരുന്നത്. സോ ലെങ്ത് കൂടുന്നവർ ഒബ്വിയസ്ലി വെലോസിറ്റി കുറയും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ V is equal to H1 minus H2 by L എന്ന് പറയുന്നത്.
ഈ H1 minus H2 by L നെയാണ് ഞാൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സോ V is equal to K into H1 minus H2 by L. സോ ഇതിന് ഈ K നെയാണ് ഞാൻ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ what is hydraulic gradient? It is actually the difference in hydraulic head at 2 points divided by the length of column. It is represented as I. The above equation can be written as V is equal to K into I. നമുക്ക് ഡിസ്ചാർജിന് എങ്ങനെ എഴുതാൻ പറ്റും? Velocity into area. And what is velocity? K into I. So total എനിക്ക് Q is equal to KIA എന്ന് എഴുതാം. Where Q represents the discharge, K represents the hydraulic conductivity, I represents the hydraulic gradient, and A will be the cross-sectional area of the sample. Okay, and the value of K ranges from 0.5 meter per day to 200 meter per day or even more. So ഇത്രയാണ് hydraulic conductivity യിൽ വരുന്നത്. Okay, now coming on to transmissivity. Transmissivity നെ direct ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. It is nothing but hydraulic conductivity into the width of the sample അഥവാ width of the aquifer എന്ന് എനിക്ക് define ചെയ്യാൻ പറ്റും. Okay, so what is it? Transmissivity, the rate at which groundwater flows horizontally through an aquifer. നമ്മൾ ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഒക്കെ പറഞ്ഞപ്പോൾ വെള്ളത്തിന്റെ ഫ്ലോ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫ്ലോ ആയിരുന്നു. whereas transmissivity എന്ന് പറഞ്ഞാൽ horizontal flow of water ആണ്. Okay, so it governs the horizontal flow through an aquifer, and transmissivity expresses the capability of an entire aquifer to transmit water ആണ്. And the coefficient of transmissivity നമ്മൾ T വെച്ചാണ് represent ചെയ്യുന്നത്. It is defined as the rate of flow through a vertical section of an aquifer of unit width ആണ്. കണ്ടോ, extending the full saturated length of the aquifer under a unit hydraulic head. നിങ്ങൾ definition കണ്ട് പേടിക്കണ്ട. T is equal to K into B അത്രേ പറയുന്നുള്ളൂ. where B is the thickness ആണ് and K is the hydraulic conductivity. Okay, so permeability, hydraulic conductivity and transmissivity നമ്മൾ cover ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് engineering significance of subsurface water. നമ്മൾ subsurface water എന്താന്ന് പഠിച്ചു, അതിന്റെ ഡിഫറെന്റ് സോൺസിനെ പറ്റി പഠിച്ചു, അക്വിഫയറിന്റെ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചു. നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. So what is the engineering significance of subsurface water? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ജിയോളജീന്റെ എന്തിനാണ് നമ്മൾ ജിയോളജി പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ലെവൽ എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ടാണ്? അതിന്റെ ഫൗണ്ടേഷൻ നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഒത്തിരി മേളിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒത്തിരി ഡ്രെയിനേജ് പ്രോബ്ലംസ് കോസ് ചെയ്യും. ഓക്കെ, ഡാംപ്നെസ് കോസ് ചെയ്യും. വെള്ളത്തിന്റെ ഒഴുക്ക് അഥവാ ഫ്ലോ ഒത്തിരി കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഇറോഷൻ നടക്കില്ലേ? ഓക്കെ, സോ ഫൗണ്ടേഷന് താഴെയുള്ള സോയില് ഇറോഡ് ആയി പോയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഹോൾ ബിൽഡിംഗ് സ്ട്രക്ചർ കൊളാപ്സ് ആയി വീഴും. സോ ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ സേഫ്റ്റി ആസ് വെൽ ആസ് എക്കണോമിക് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. സോ ഇത് രണ്ടും കൺസിഡർ ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്തിട്ട് ഇത് രണ്ടും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സർഫസ് വാട്ടറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സി സബ്സർഫസ് ഇഫക്ട്സ് ദി സൈറ്റ് സെലക്ഷൻ, ദ കോസ്റ്റ്, ഡ്യൂറബിലിറ്റി ആൻഡ് ഈവൻ ദ സേഫ്റ്റി ഓഫ് ദി സ്ട്രക്ചർ ആണ്. ഓക്കെ, സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് സബ്സർഫസ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഫെയിലിയർ ഓഫ് ദ പ്രോജക്ട്സ് ആണ്, കോസിങ് ലോസ് ഓഫ് ലൈഫ് ആസ് വെൽ ആസ് പ്രോപ്പർട്ടി. പിന്നെ നമ്മൾ മണ്ണിന്റെ പുറത്താണ് ഈ കൺസ്ട്രക്ഷൻ എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത് അല്ലേ. സോ ഈ മണ്ണിനകത്ത് വെള്ളം ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ഇത് വോളിയം ചേഞ്ച് ആണ്. ഓക്കെ, നമ്മൾ ക്ലേയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, പെട്ടെന്ന് കയറി സ്വെല്ലാവും. പക്ഷെ ഗ്രേവലിൽ വെള്ളം ഒഴിച്ചാൽ അത്ര സ്വെല്ല് ചെയ്യണം എന്നില്ല. ആൻഡ് ഓൾസോ സോയിലിന്റെ സ്ട്രക്ചർ ഞാൻ നേരത്തെ 2 പടം കാണിച്ചില്ലേ, ഫ്ലോക്കുലേറ്റഡും ഡിസ്പേഴ്സ്ഡും. സോ ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്തും നമ്മൾ സ്വെല്ലിംഗ് പൊട്ടൻഷ്യലും ഷ്രിങ്കേജ് പൊട്ടൻഷ്യലും ഒക്കെ നോക്കണം. നമ്മുടെ ഒരു ലിമിറ്റിന് മേളിലാണ് ഈ സോയില് സ്വെല്ല് ചെയ്യുന്നതും ഷ്രിങ്കും ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ഇന്റേണൽ സ്ട്രെസ്സസ് ഇത്
പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനത്തെ അൺവാണ്ടഡ് ഇന്റേണൽ സ്ട്രെസ്സസ് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ എൻറ്റയർ സ്ട്രക്ചറിനെ അത് ഇഫക്റ്റ് ചെയ്യും. ഓക്കെ. And see, subsurface water will also influence the excavation work and the methods adopted for the excavation. So നമ്മൾ excavation purpose ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണെന്ന് നോക്കണം. അതിനിപ്പം ഒത്തിരി മേളിലാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സും എക്യുപ്മെന്റ്സും ആയിരിക്കും നമ്മൾ എക്സ്കവേഷൻ വർക്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും വെള്ളം ഒഴുകി എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോളിലേക്ക് അല്ലെങ്കിൽ ആ പിച്ചിലേക്ക് വരാൻ പാടില്ലല്ലോ. സോ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം കെയർ എടുക്കും. സോ ഏതൊരു എക്സ്കവേഷൻ വർക്ക് നടക്കുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ഏരിയയിലുള്ള ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ. പിന്നെ ഒബ്വിയസ്ലി ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഡാമോ അല്ലെങ്കിൽ കനാലോ അല്ലെങ്കിൽ ചാനൽസ് ഒക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടേബിളിന്റെ ലൊക്കേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. സി, in engineering geological investigation, the following important information on subsurface conditions should be evaluated. എന്താണ്? ഒന്ന്, the distribution of subsurface water. ആ ഏരിയയിൽ subsurface water എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, എത്ര അധികം വാട്ടർ കണ്ടന്റ് ആണ് ഗ്രൗണ്ട് വാട്ടറിൽ, ആ ഏരിയയിൽ എത്രമാത്രം ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. ഓക്കെ. പിന്നെ സബ്സർഫസ് വാട്ടർ ഫ്ലോയിന്റെ വെലോസിറ്റി എന്താണ്, പെട്ടെന്നാണോ വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് പോകുന്നത് അതോ പതുക്കെയാണോ പോകുന്നത്, അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. കാരണം വെലോസിറ്റി ഒക്കെ ഒത്തിരി കൂടുതലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, സോയിൽ ലൂസ് ആവും, സോയിൽ ഇറോഷൻ ഒക്കെ വന്നിട്ട് അൾട്ടിമേറ്റ്ലി ലാൻഡ് സ്ലൈഡ്സ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ സ്പ്രിങ്സ് ആൻഡ് സീപ്പേജസ് ഫ്രം ഇൻഡിവിജ്വൽ വാട്ടർ ബെയറിംഗ് സോൺസ്. നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടോയ്ലറ്റ്സും അതിന്റെ സെപ്റ്റിക് ടാങ്ക് ഒക്കെ ഡിസൈൻ ചെയ്യില്ലേ. സോ ആ സമയത്ത് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണെന്ന് നോക്കണം. നമ്മൾ ഈ ഡ്രെയിനേജ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത് വെള്ളം എന്നൊക്കെ നോക്കും. കാരണം ഒരിക്കലും ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം ഒലിച്ച് നമ്മുടെ കുടിക്കുന്ന കിണർ വെള്ളത്തിലേക്ക് പോവാണ്ടിരിക്കാൻ. സോ അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ അവിടുത്തെ സീപ്പേജ് അതിന്റെ വെലോസിറ്റി അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഡെപ്ത് ഓഫ് വാട്ടർ ടേബിൾ ആൻഡ് വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ഇറ്റ്സ് ഫ്ലക്ച്വേഷൻ. ഓക്കെ. ഡെപ്ത് പ്രസന്റ് ഡെപ്ത് ഓഫ് വാട്ടർ ടേബിൾ ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 മീറ്റർ താഴെയാണ്. പക്ഷെ ഒത്തിരി മഴ വരുമ്പോൾ അത് എത്ര റൈസ് ചെയ്യാം, അല്ലെങ്കിൽ സമ്മർ ടൈം ആകുമ്പോൾ എത്ര വേറെ താഴേക്ക് പോവാം, നമ്മൾ അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ വാട്ട് ആർ ദി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദറ്റ് വാട്ടർ. ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് ദ pH, വാട്ട് ഈസ് സെലൈനിറ്റി, കൊറോസീവ്നെസ് ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം. കാരണം ഇൻ കേസ് ഒന്നും നമ്മുടെ കയ്യിലല്ല അല്ലേ, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മാക്സിമം ഫാക്ടേഴ്സ് ഓഫ് സേഫ്റ്റി ഒക്കെ ഡിസൈൻ ചെയ്താലും ചില അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇൻ കേസ് ഈ വാട്ടർ മുകളിലേക്ക് ഉയർന്നു വന്നാലും കൊറോസീവ് നേച്ചർ ആണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ സ്ട്രക്ചറിൽ ഇപ്പൊ സ്റ്റീലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇറോഡ് ചെയ്തിട്ട് എഗെയിൻ നമ്മുടെ സ്ട്രക്ചറിന്റെ ലൈഫിനെ അത് ഇഫക്റ്റ് ചെയ്യും. പിന്നെ പൊല്യൂട്ടൻസോ അങ്ങനത്തെ കാര്യങ്ങളും ബാക്ടീരിയ ഒന്നും പാടില്ല. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ ജിയോളജിക്കൽ മാപ്പ് നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് കൺസ്ട്രക്ഷൻ ജിയോളജിക്കൽ മാപ്പ് എന്തിനാന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് എവിടെ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്ക് കൺസ്ട്രക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് വെള്ളമാണല്ലേ. സോ വെള്ളം നമുക്ക് ആ സൈറ്റിൽ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒത്തിരി കുറയും അല്ലേ. സോ നമ്മൾ RCCയിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന വെള്ളം എപ്പോഴും കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലേ. കാരണം സിമെന്റ് ഒക്കെ ഇട്ട് നമ്മൾ ഈ വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ എക്സ്ട്രാ കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സിമെന്റിന്റെയും സ്ട്രെങ്തിനെയൊക്കെ ഇഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആ ഉള്ള ഗ്രൗണ്ട് വാട്ടറിൽ പൊല്യൂട്ടൻസോ ബാക്ടീരിയാസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് സബ്സർഫസ് വാട്ടർ എന്നൊക്കെയുള്ള പറയാം. നമുക്ക് ആക്ച്വലി ഒരു ബ്രോഡ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ജ്ഞാനത്തിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് വാട്ട് ആർ ദി പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ സബ്സർഫസ് വാട്ടർ കൺസ്ട്രക്ഷൻ ആണ്.